Hi everyone. Today we move to the next topic, that is forms of workers participation in management. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ ബേസിക്കായിട്ട് അതിനാവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സും അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫോംസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ്റെ ഫോംസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമ്മുടെ കൺട്രിയിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് മാനേജ്മെൻറ്റ് റിലേഷൻ, ഒരു മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻ ബേസ് ചെയ്തിട്ട്, പാർട്ടിസിപ്പേഷൻ്റെ ഏരിയ ബേസ് ചെയ്തിട്ട്, ഇങ്ങനെ ഓരോന്നും ബേസ് ചെയ്തിട്ട് ഓരോ കൺട്രിയിലും അല്ലെങ്കിൽ ഓരോ ഇൻഡസ്ട്രിയിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോംസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഓരോ ഇൻഡസ്ട്രി തമ്മിലും വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും ഉപയോഗിക്കുക. ഓരോ കൺട്രീസ് തമ്മിലും വ്യത്യസ്തമായിട്ടുള്ള ഫോംസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻ്റ് ആയിരിക്കും യൂസ് ചെയ്യാം. അതിൽ കുറച്ച് ഫോംസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് സജഷൻ സ്കീം, 2 വർക്ക് കൗൺസിൽ, 3 വർക്കേഴ്സ് കമ്മിറ്റി, ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ ആൻഡ് കമ്മിറ്റി, ജോയിൻറ്റ് ഡിസിഷൻ മോഡൽ, വർക്കേഴ്സ് റെപ്രസെൻറ്റേഷൻ ഓൺ ബോർഡ്, കോ പാർട്ട്ണർഷിപ്പ്, ക്വാളിറ്റി സർക്കിൾ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത് സജഷൻ സ്കീം. സജഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഫോംസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ദിസ് ഈസ് എ സിമ്പിൾ ഫോം ഓഫ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ. എംപ്ലോയി പാർട്ടിസിപ്പേഷനിലെ മറ്റുള്ള ഫോംസ് ഓഫ് മറ്റുള്ള ഫോംസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷനിലൊക്കെ പറഞ്ഞതിൽ നിന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഫോം ഓഫ് എംപ്ലോയി പാർട്ടിസിപ്പേഷനാണ് ഇത്, സജഷൻ സ്കീം. Under this method, employees are required and encouraged to make suggestions to help management in decision making. മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യുക, ഡിസിഷൻസ് എടുക്കാൻ അവരെന്ത് ചെയ്യുക, ഒരു സജഷൻസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക. മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുമ്പോൾ അതിലുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക. ഇതിൽ ചെയ്യുന്നത് സജഷൻ സ്കീമിൽ എംപ്ലോയീസ് ചെയ്യുന്നത്. Usually, a suggestion box is placed at a prominent place in which employees can drop their suggestions in writing. There is a screening committee which exam is the suggestions periodically. എംപ്ലോയീസിന് എന്ത് ചെയ്യാം, അവർക്ക് എന്തെങ്കിലും സജഷൻസ് ഇപ്പം ഓർഗനൈസേഷന് വേണ്ടിയിട്ട്, അതിൻ്റെ ഓർഗനൈസേഷൻ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ അവർക്ക് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അവരത് എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഒരു പ്രൊമിനൻറ്റ് പ്ലേസിൽ ഒരു സജഷൻ ബോക്സ് വെച്ചിരിക്കും. ആ സജഷൻ ബോക്സിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ സജഷൻസ് എഴുതിയിട്ട് ആ ബോക്സിൽ നമുക്ക് ഇടാൻ കഴിയും. There is a screening committee which exam is this suggestions periodically. ഒരു സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ടായിരിക്കും. ആ കമ്മിറ്റി എന്ത് ചെയ്യും, ആ ബോക്സിൽ നിന്നും പീരിയോഡിക്കലി ആയിട്ട് സജഷൻസ് എടുത്തിട്ട് ഓരോ സജഷൻസും എന്ത് ചെയ്യും, എക്സാമിൻ ചെയ്യും. അപ്പോൾ ഓർഗനൈസേഷന് നല്ലതായിട്ടാണ് ഓർഗനൈസേഷന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ല ഐഡിയാസും നല്ല സജഷൻസും ഒക്കെയാണെന്ന് ഓർഗനൈസേഷന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും. സജഷൻ സ്കീമിൽ ചെയ്യുന്നത്. ദ കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് ഈക്വൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് എംപ്ലോയീസ് ആൻഡ് മാനേജ്മെൻറ്റ്. ഈ ഒരു സജഷൻ സ്കീം എന്ന് പറയുന്ന കമ്മിറ്റിയിൽ ഈക്വൽ നമ്പർ ഓഫ് എംപ്ലോയീസും മാനേജ്മെൻറ്റും ആയിരിക്കും എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക. ദിസ് ഈസ് സജഷൻ സ്കീം. സജഷൻ സ്കീം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിനെ ഡിസിഷൻ മേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യാൻ ഉള്ള സജഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കലാണ് ആര് ചെയ്യുന്നത്, എംപ്ലോയീസ് ചെയ്യുന്നത്. ഒരു പ്രൊമിനൻറ്റ് പ്ലേസിൽ ഒരു സജഷൻസ് ബോക്സ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ സജഷൻസ് ബോക്സിൽ എംപ്ലോയീസിൻ്റെ സജഷൻസ് അവർക്ക് എഴുതിയിട്ട് എന്ത് ചെയ്യാം, ആ ബോക്സിലിടാം. പിന്നെ അത് പീരിയോഡിക്കലായിട്ട് ഒരു സ്ക്രീനിങ് കമ്മിറ്റി എന്ത് ചെയ്യും, അത് എക്സാമിൻ ചെയ്യും. ദിസ് ഈസ് സജഷൻ സ്കീം. നെക്സ്റ്റ് വരുന്ന ഒരു ഫോമാണ് വർക്ക് കൗൺസിൽ. These are exclusive bodies of employees assigned with different functions in the management of an enterprise.
ഇതൊരു വർക്ക് കൗൺസിൽ എന്ന് പറയുന്ന ഫോം ഓഫ് വർക്കേഴ്സ് ഇൻ പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റിൽ ഒരു എക്സ്ക്ലൂസീവ് ബോഡീസ് ഓഫ് എംപ്ലോയീസ് ആയിരിക്കും ഉണ്ടാവുക. അതിലെന്താ ചെയ്യുക, ഓരോ എംപ്ലോയീസിനും അസൈൻഡ് വിത്ത് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് എൻ ഓണ്ടർപ്രൈസ്. ഓർഗനൈസേഷനകത്തുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് such as planning, organizing, staffing, directing, controlling, coordinating എന്നിങ്ങനെയുള്ള ഓരോ മാനേജ്മെൻറ്റ് ഫങ്ഷൻസും ഓരോ എംപ്ലോയീസിന് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഫങ്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും അതിലെ ഓരോ കാര്യങ്ങളും ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളതായിരിക്കും ഇത് വർക്ക് കൗൺസിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോം ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് വരുന്നത് വർക്ക് കമ്മിറ്റി. വർക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഓഫ് 1947 പ്രൊവൈഡ്സ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് വർക്കിംഗ് കമ്മിറ്റി ഇൻ എവറി എസ്റ്റാബ്ലിഷ്മെൻറ്റ് എംപ്ലോയിങ് 100 ഓർ മോർ വർക്കേഴ്സ്. ഒരു ഓർഗനൈസേഷനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലെ 100 അതിലധികമോ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു വർക്ക് കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് ഏതിൽ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു 100-100-ലധികമോ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനകത്ത് ഒരു വർക്ക് കമ്മിറ്റി രൂപീകരിക്കണം എന്ന് ഏത് പറയുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഓഫ് 1947 പറയുന്നുണ്ട്. 100 അതിലധികമോ വർക്കേഴ്സ് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനിൽ നിർബന്ധമായിട്ടും വർക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഫോംസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം. The main functions of the workers committee is to promote good relation between the employer and the workers. ഈ ഒരു വർക്ക് കമ്മിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എംപ്ലോയീസും മാനേജ്മെൻറ്റും എംപ്ലോയറും വർക്കറും അല്ലെങ്കിൽ എംപ്ലോയീസും മാനേജ്മെൻറ്റും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു വർക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഫോംസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നല്ല റിലേഷൻഷിപ്പ് പ്രൊമോട്ട് ചെയ്യുക, വർക്കറും എംപ്ലോയറും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് പ്രൊമോട്ട് ചെയ്യുക. ദ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് കൺസിഡേർഡ് ബൈ ദ കമ്മിറ്റി ആർ, ഈ കമ്മിറ്റിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ മാറ്ററാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തത് വർക്കിംഗ് കണ്ടീഷൻസ്, ലൈറ്റനിങ്, വെന്റിലേഷൻ, സാനിറ്റേഷൻസ് എക്സെട്ര. ഓർഗനൈസേഷനകത്തുള്ള വർക്കിംഗ് കണ്ടീഷൻ, അത് എംപ്ലോയീസിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ്, ലൈറ്റനിങ് എങ്ങനെയാണ്, വെന്റിലേഷൻ, ദെൻ സാനിറ്റേഷൻ, ഇതൊക്കെ എങ്ങനെയാണെന്ന് അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ ആ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു വർക്ക് കമ്മിറ്റിയിൽ അവർക്ക് പറയാം. രണ്ടാമത്തത് അമ്യൂണിറ്റീസ് സച്ച് ആസ് ക്യാൻറ്റീൻ, ഡ്രിങ്കിങ് വാട്ടർ, റെസ്റ്റ് റൂംസ് എക്സെട്ര. ഈ അമ്യൂണിറ്റിയിലും അവർക്ക് ക്യാൻറ്റീന്, ഡ്രിങ്കിങ് വാട്ടർ, റെസ്റ്റ് റൂംസ് എക്സെട്ര ഇതിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും അത് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിലും ഈ ഒരു കമ്മിറ്റിയിൽ അവർക്ക് പറയാം. ദെൻ എഡ്യൂക്കേഷണൽ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ്, സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കെയർ മെഷേഴ്സ്, ഇതിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് അവർക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡിസ്കഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഏത് കമ്മിറ്റിയിൽ പറയാം, വർക്ക് കമ്മിറ്റിയിലെ എംപ്ലോയീസിന് പറയാം. ദാറ്റ് ഈസ് വർക്ക് കമ്മിറ്റി. നെക്സ്റ്റ് വരുന്നത് ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ. ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ സെറ്റപ്പ് അറ്റ് ദ ഷോപ്പ് ഓർ പ്ലാന്റ് ലെവൽ. ഈ ജോയിൻറ്റ് മാനേജ്മെൻറ്റ് ജോയിൻറ്റ് മാനേജ്മെൻ്റ് ആണ്, മാനേജ്മെൻറ്റിൻ്റെ ജോയിൻ്റ് ആണ് ഇവിടെ ഈ ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ. ഈ കൗൺസിൽ സെറ്റപ്പ് ചെയ്യുന്നത് ഷോപ്പ് ഓർ പ്ലാന്റ് ലെവൽ, ലോവർ ലെവലിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മാനേജ്മെൻറ്റ് കൗൺസിൽ സെറ്റപ്പ് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി നോട്ട് എക്സീഡിങ് 12. ഈ ഒരു കൗൺസിലിൽ ഈക്വൽ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് എംപ്ലോയർ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ എന്തില്ല 12-ലധികം എംപ്ലോയീസോ അല്ലെങ്കിൽ എംപ്ലോയറോ കൂടാൻ ഏത് കമ്മിറ്റിയിൽ പാടില്ല, ഏത് കൗൺസിലിൽ പാടില്ല, ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിലിൽ പാടില്ല. ഇറ്റ് ഈസ് applicable to factories employing more than 500 employees. ഈ ഒരു ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫോംസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ കൂടുതലായിട്ടും അപ്ലിക്കബിൾ ആയിട്ടുള്ളത്
അഞ്ഞൂറോ അല്ലെങ്കിൽ അതിലധികമോ ഉള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിലായിരിക്കും കൂടുതലായിട്ടും അപ്ലൈ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ് വർക്ക് കമ്മിറ്റി പറഞ്ഞ് എവിടെ അതിൽ ഏത് ഓർഗനൈസേഷനിലാണ് 100 അതിലധികമോ ഉള്ള വർക്കേഴ്സ് ഉള്ള ഓർഗനൈസേഷനിലാണ് ഈ വർക്ക് കമ്മിറ്റി രൂപീകരിക്കേണ്ടത്. 500-500-ലധികമോ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഏത് കൗൺസിൽ രൂപീകരിക്കേണ്ടത്? ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ രൂപീകരിക്കേണ്ടത്. The council discuss various matters relating the working of an organization. ഈ കൗൺസിലിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു ഓർഗനൈസേഷൻ്റെ വർക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓർഗനൈസേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് പ്രോഫിറ്റിലാണോ പോകുന്നത്, അതിൻ്റെ എക്കണോമിക് ആയിട്ടുള്ള സ്റ്റാറ്റസ് എന്താണ്, ലോസ്, അതിൻ്റെ ഫിനാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യാണ് ഏതിൽ ചെയ്യുന്നത്, ഈ ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ വർക്കേഴ്സ് ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള വേറെ ഏതൊക്കെ മാറ്റേഴ്സാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് യൂഷ്വലി ഡിസ്കസ്ഡ് ആർ സേഫ്റ്റി ആൻഡ് വെൽഫെയർ മെഷേഴ്സ്, സൂപ്പർവിഷൻ, ഹെൽത്ത് സ്കീംസ്, വർക്കേഴ്സ് ഷെഡ്യൂൾസ് എക്സെട്ര. സേഫ്റ്റി ആൻഡ് വെൽഫെയർ മെഷേഴ്സ്, എംപ്ലോയീൻ്റെ സേഫ്റ്റിനെ കുറിച്ചിട്ടും അവരുടെ വെൽഫെയർ മെഷേഴ്സും അവരുടെ സൂപ്പർവിഷൻ, ഹെൽത്ത് സ്കീംസ്, അവർക്ക് എന്തൊക്കെ ഹെൽത്ത് സ്കീംസ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വർക്ക് ഷെഡ്യൂളിങ്, വർക്ക് ചെയ്യുന്ന ഷെഡ്യൂൾസ് എങ്ങനെയാണ്, ബ്രേക്ക് ഉണ്ടോ, അവർ സാറ്റിസ്ഫൈഡ് ആണോ, അതിൽ ക്യാൻറ്റീൻ ഫെസിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഈ ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് ഈ എംപ്ലോയീസിന് ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു കൗൺസിലിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ. നെക്സ്റ്റ് വരുന്നത് ജോയിൻറ്റ് ഡിസിഷൻ മോഡലാണ്. ഇൻ ദിസ് ഫോം ബോത്ത് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ജോയിൻ്റ്ലി ഡിസൈഡ് ആൻഡ് എക്സിക്യൂട്ട് ദ ഡിസിഷൻ. ഈ ഒരു ജോയിൻറ്റ് ഡിസിഷൻ മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫോംസിൽ വർക്കേഴ്സും മാനേജ്മെൻറ്റും ഒരുമിച്ച് ചേർന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഡിസിഷൻസ് എടുക്കുക. ബോത്ത് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ജോയിൻ്റ്ലി ഡിസൈഡ് ആൻഡ് എക്സിക്യൂട്ട് ദ ഡിസിഷൻ. അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഡിസിഷൻസ് എടുക്കുകയും ചെയ്യും, അത് അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് ജോയിൻറ്റ് ഡിസിഷൻ മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫോംസിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് വർക്കേഴ്സ് റെപ്രസെൻറ്റേഷൻ ഓൺ ബോർഡ്. അണ്ടർ ദിസ് മെത്തേഡ് the workers elect their representative and send them to the board to participate in decision making process. ഈ ഒരു മെത്തേഡിൽ വർക്കേഴ്സ് എന്ത് ചെയ്യും, അവരെല്ലാവരും കൂടി ചേർന്ന് എലക്ഷൻ നടത്തും. ഒരു വർക്കേഴ്സിൻ്റെ ഇടയിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരാളെ എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ട് ചെയ്യും. ഒരു റെപ്രസെൻറ്റേറ്റീവിനെ അവർ എലക്ട് ചെയ്തിട്ട് അവർ സെലക്ട് ചെയ്യും. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും, ബോർഡ് ടു പാർട്ടിസിപ്പേറ്റ് ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, ബോർഡിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യും, വിടും. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, നമ്മൾ എലക്ഷൻ നടത്തുന്നില്ലേ, അതിപ്പോൾ നമ്മൾ ഒരു മെമ്പറെ നമ്മൾ എന്ത് ചെയ്യും, എലക്ട് ചെയ്തിട്ട് മെമ്പറെ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്ത മെമ്പറെ നമ്മൾ പഞ്ചായത്തേക്ക് അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അയാളെ വിടും. അയാളായിരിക്കും എന്നിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങളും അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കലും തീരുമാനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കലും ഒക്കെ ആരായിരിക്കും, ആ ഒരു മെമ്പറായിരിക്കും. അതേപോലെ തന്നെ ഒരു എലക്ട് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവിനെ ബോർഡിലോട്ട് അയക്കും. അയാളായിരിക്കും എന്ത് ചെയ്യുക, ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ അയാളായിരിക്കും എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് അറ്റ് ദ ടോപ്പ് ലെവൽ പാർട്ടിസിപ്പേഷൻ. ഈ വർക്കേഴ്സ് റെപ്രസെൻറ്റേഷൻ ഓൺ ബോർഡ് എന്ന് പറയുന്നത് ടോപ്പ് ലെവലിലുള്ള ഒരു പാർട്ടിസിപ്പേഷനാണ്. കാരണം ബോർഡൊക്കെ എവിടെയായിരിക്കും, ടോപ്പ് ലെവലിലായിരിക്കും ഉണ്ടായിരിക്കുക. കമ്പനി ബോർഡ്, മാനേജ്മെൻറ്റ് ബോർഡ് ഒക്കെ എന്ത് ചെയ്യും, ടോപ്പ് ലെവലിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്, വർക്കേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ പാർട്ടിസിപ്പേഷൻ ആയിരിക്കും. The object is to ensure industrial democracy, good employer-employee relationship, protection of interest of the workers, etc. ഈ ഒരു വർക്കേഴ്സ് റെപ്രസെൻറ്റേഷൻ ഓൺ ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഡെമോക്രസി ഉണ്ടോയെന്ന് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. എംപ്ലോയർ-എംപ്ലോയി നല്ല റിലേഷൻഷിപ്പാണോ, വർക്കേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്ക് സാലറി കൊടുക്കുക, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക, ഒരു സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നൊക്കെ നോക്കുക, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നല്ല സെക്യൂരിറ്റി കൊടുക്കുക, ഹോസ്പിറ്റൽ ഫെസിലിറ്റി, റിക്രിയേഷണൽ ഫെസിലിറ്റി,
അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക കൊടുത്തുകൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. വർക്കേഴ്സ് റെപ്രസെൻറ്റേഷൻ ഓൺ ബോർഡിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. അതായത് ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഡിസിഷൻസ് എടുക്കാതെ എല്ലാവരെയും ആ ഡിസിഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, അറ്റ്ലീസ്റ്റ് അവരുടെ ഡിസിഷൻസ് അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി എന്ത് ചെയ്യുക നോക്കുക. അതാണ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എംപ്ലോയറും നല്ല റിലേഷൻഷിപ്പാണോ, ഇൻട്രസ്റ്റ് ഓഫ് വർക്കേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതാണ് വർക്കേഴ്സ് റെപ്രസെൻറ്റേഷൻ ഓൺ ബോർഡ്. നെക്സ്റ്റ് വരുന്ന ഫോമാണ് കോ പാർട്ട്ണർഷിപ്പ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് പാർട്ടിസിപ്പേഷൻ. The workers are allotted shares in the share capital of the company. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിലെ ഷെയർസ് ആർക്ക് അലോട്ട് ചെയ്യും? ആ ഒരു ഓർഗനൈസേഷനിലുള്ള വർക്കേഴ്സിന് കമ്പനിയിലെ ഷെയർ അവർക്ക് അലോട്ട് ചെയ്യും. The workers become the scheduled shareholders of the company. അങ്ങനെ അവർ കമ്പനിയുടെ ഷെയർ എംപ്ലോയീസിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായും അവർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറും. ബീങ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെൻറ്റ്. ഷെയർ ഹോൾഡേഴ്സ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് മാനേജ്മെൻറ്റ്, കമ്പനിയിലെ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ട്. കോ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള കോ പാർട്ട്ണർഷിപ്പ്. കമ്പനി എന്ത് ചെയ്യും? ഷെയർസ് എംപ്ലോയീസിന് കൊടുക്കും. സ്വാഭാവികമായും എംപ്ലോയീസ് എന്ത് ചെയ്യും? അവിടുത്തെ ഓണേഴ്സായിട്ട് മാറും, ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറും. ഈ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അവരും ആ എംപ്ലോയീസ് എന്ത് ചെയ്യും? കമ്പനിയിലെ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതാണ് കോ പാർട്ട്ണർഷിപ്പ്. നെക്സ്റ്റ് വരുന്നത് ക്വാളിറ്റി സർക്കിൾസ്. Quality circles consist of a group of employees who meet regularly to discuss their quality problems, investigate causes, recommended solutions and take corrective actions. Quality circles എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ആണ്. ഹു മീറ്റ് റെഗുലർലി. ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ദിവസവും അല്ലെങ്കിൽ റെഗുലറായിട്ട് അവർ കണ്ടുമുട്ടുന്ന എംപ്ലോയീസ് തമ്മിലുള്ള ഒരു ഗ്രൂപ്പാണ് ഇത് ക്വാളിറ്റി സർക്കിൾ. ഈ ക്വാളിറ്റി സർക്കിളിൽ അവർ ഡിസ്കസ് ചെയ്യുന്നത് ക്വാളിറ്റി പ്രോബ്ലംസ്, അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്യുക. ദെൻ ഇൻവെസ്റ്റിഗേറ്റ് കോസസ്. അവർക്ക് എന്തെങ്കിലും കോസസ് ഉണ്ട്, കാരണങ്ങൾ, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രോബ്ലംസ് ആ ഓർഗനൈസേഷനിൽ നിന്ന് ഫേസ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ ഡിസ്കസ് ചെയ്യുക. ദെൻ റെക്കമെൻഡഡ് സൊല്യൂഷൻസ്, ആ ഒരു പ്രോബ്ലംസിന് റെക്കമെൻഡഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, എന്നിട്ട് അതിന് കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, ക്വാളിറ്റി സർക്കിൾസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വാളിറ്റി സർക്കിൾസ് എന്ന് പറയുന്നത് ദിവസവും കണ്ടുമുട്ടുന്ന റെഗുലറായിട്ട് മീറ്റ് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിൻ്റെ ഒരു ഇതാണ് ഇത് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. അവിടെ ക്വാളിറ്റി സർക്കിളിലെ എംപ്ലോയീസ് ഡിസ്കസ് ചെയ്യുന്നത് ക്വാളിറ്റി പ്രോബ്ലംസും ഇൻവെസ്റ്റിഗേറ്റ് കോസസും റെക്കമെൻഡഡ് സൊല്യൂഷൻസും ഒക്കെ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കും. ക്വാളിറ്റി സർക്കിൾസ് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് 80 to 100 എംപ്ലോയീസ് ആണ്, 10 എംപ്ലോയീസ് അല്ല. 80 മുതൽ 100 വരെ ഇതിലുണ്ടായിരിക്കും. ഈ ക്വാളിറ്റി സർക്കിൾസിലെ എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അതാണ് ഇത് ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്. 80 മുതൽ 100 വരെയുള്ള ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഏതിലുണ്ടായിരിക്കും? ക്വാളിറ്റി സർക്കിൾസിൽ ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. It is the philosophy of management that aims at constant attainment of customer satisfaction through continuous improvement of all organizational processes. ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് ഫിലോസഫിയാണ്. അതിൽ എയിം ചെയ്യുന്നത് വെച്ചാൽ കോൺസ്റ്റൻറ്റ് അറ്റൈൻമെൻറ്റ് ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ത്രൂ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഓൾ ഓർഗനൈസേഷണൽ പ്രോസസ്സ്. ഓർഗനൈസേഷണൽ പ്രോസസ്സ് എന്നുള്ള കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുക? അച്ചീവ് ചെയ്യുക. എങ്ങനെ? ഓർഗനൈസേഷനിലെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റിലൂടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ അച്ചീവ് ചെയ്യുകയാണ് ഏതിൽ ചെയ്യുന്നത്?
ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലംസും അവരുടെ സാറ്റിസ്ഫാക്ഷൻസും ഒക്കെ ആയിരിക്കും ഏതിൽ ഡിസ്കസ് ചെയ്യുക, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോംസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒരു മാനേജ്മെൻറ്റ് ഫിലോസഫിയാണ് ഇത്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യുക. എങ്ങനെ? കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ഓൾ ഓർഗനൈസേഷണൽ പ്രോസസ്സ്. എല്ലാ ഓർഗനൈസേഷണൽ പ്രോസസ്സിൻ്റെ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റിലൂടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ അറ്റൈൻ ചെയ്യുകയാണ് ഏതിൽ ചെയ്യുന്നത്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ വർക്കേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോംസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റിൽ പഠിച്ചത്. ഒന്നാമത്തത് സജഷൻ സ്കീം. സജഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിൽ അവർക്കുള്ള സജഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യുക, ഡിസിഷൻ മേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുക. സജഷൻ സ്കീം, ഒരു സജഷൻ ബോക്സ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ബോക്സിൽ അവരുടെ സജഷൻസ് എഴുതിയിടുക. എന്നിട്ട് എന്ത് ചെയ്യും, മാനേജ്മെൻറ്റ് ഒരു സ്ക്രീനിങ് കമ്മിറ്റി അത് പീരിയോഡിക്കലി എന്ത് ചെയ്യും, എക്സാം റിവ്യൂ ചെയ്യും, അത് പീരിയോഡിക്കലി നോക്കും. എന്നിട്ട് നല്ല സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് അത് ആക്സെപ്റ്റ് ചെയ്യും. ആണ് സജഷൻ സ്കീം. വർക്കേഴ്സ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സിന് ഓർഗനൈസേഷനകത്തുള്ള ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് അവർക്ക് ഓരോന്നായിട്ട് കൊടുക്കും. അതിൽ നിന്നും എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ഇഷ്യൂസോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യലാണ് ഇത് വർക്ക് കൗൺസിൽ പറയുന്നത്. വർക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഓഫ് 1947 പ്രകാരം ഒരു ഓർഗനൈസേഷനകത്ത് 100 അതിലധികമോ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഏത് എസ്റ്റാബ്ലിഷ് ചെയ്യണം, ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഈ വർക്ക് കമ്മിറ്റീൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക. അതാണ് ഇതിൻ്റെ മെയിൻ എയിം, വർക്ക് കമ്മിറ്റീൻ്റെ മെയിൻ എയിം. ദെൻ ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ പ്രധാനമായിട്ടുണ്ടാവുക ലോവർ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലാണ് ഈ ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ ഉണ്ടാവുക. ഓർഗനൈസേഷനിൽ 500 അതിലധികമോ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ആ എംപ്ലോയീസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഫോമാണ് ഇത് ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ. ദെൻ ജോയിൻറ്റ് ഡിസിഷൻ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയറും മാനേജ്മെൻറ്റും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുക, ഡിസിഷൻസ് എടുക്കുക, അത് എക്സിക്യൂട്ട് ചെയ്യുക. വർക്കേഴ്സ് റെപ്രസെൻറ്റേഷൻ ഓൺ ബോർഡ് എന്ന് പറയുന്നത് ഒരു ബോർഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കേഴ്സ് തമ്മിൽ എലക്ഷൻ നടത്തും. അതിൽ ഒരു വർക്കറെ സെലക്ട് ചെയ്തുകൊണ്ട് ബോർഡിലോട്ട് സെൻഡ് ചെയ്യും. അവരായിരിക്കും എന്ത് ചെയ്യുക, ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതൊരു ടോപ്പ് ലെവൽ പാർട്ടിസിപ്പേഷനാണ്. ദെൻ കോ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനിലകത്തുള്ള എംപ്ലോയീസിന് ഓർഗനൈസേഷനിലെ ഷെയർസ് എന്ത് ചെയ്യും, അലോട്ട് ചെയ്യും. അപ്പോൾ അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അവർ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറും. ഷെയർ ഹോൾഡേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ്മെൻറ്റിൽ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കോ പാർട്ട്ണർഷിപ്പ്. ദെൻ ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത് ദിവസേന കണ്ടുമുട്ടുന്ന എംപ്ലോയീസ് തമ്മിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് തമ്മിലുള്ളതാണ് ഏത്, ക്വാളിറ്റി സർക്കിൾ. അതിൽ ഉള്ള എംപ്ലോയീസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 80 മുതൽ 100 വരെ എംപ്ലോയീസ് ആയിരിക്കും ക്വാളിറ്റി സർക്കിളിൽ ഉണ്ടായിരിക്കുക. ദെൻ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫിലോസഫി ഓഫ് മാനേജ്മെൻ്റ് ആണ്. അതിൽ ഓർഗനൈസേഷനിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റിലൂടെ എന്ത് ചെയ്യുക, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യുക. ഇതാണ് ഇതിൽ ചെയ്യുന്നത്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ വർക്കേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.